എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ സ്പാങ്ടം ഏജന്റ് അവനാണെങ്കില് ഫ്രാങ്കിയെയും റോബിനെയും കണ്ട് ഒത്തിരി സന്തോഷാവും. കാരണം വർഷങ്ങളായി അവൻ റോബിന് വേണ്ടി അലയുകയാണ്. അവളെ കിട്ടിയാൽ മാത്രമേ ആ ഒരു ബ്ലൂ പ്രിന്റ് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല അവള് കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു. സോ ഉറപ്പായിട്ടും അവളുടെ ആവശ്യം കഴിഞ്ഞ അവള് പുറം ലോകം കാണില്ല. അതുപോലെ തന്നെ ഫ്രാങ്കി ഒരുപാട് വർഷങ്ങളായി ഫ്രാങ്കി നിനക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് ആ വില്ലൻ ഏജന്റ് പറയും. ഞാനിവിടെ ചീഫ് ആയതിനു ശേഷം ഒത്തിരി കാലം നിന്നെ അന്വേഷിച്ചു. നീ മരിച്ചു പോയെന്നാണ് ഈ ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ മുഖം അതീ ഗതിയിലാക്കി എന്നെ തകർത്ത് കളഞ്ഞ നിന്നെ എന്റെ കയ്യില് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സാധാരണ ഒരു ശിക്ഷ തരാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളയും. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അവൻ കാഷ്വലായി ഏജന്റിനെ നോക്കി അങ്ങനെ നിൽക്കും. ഏജന്റ് പറയും, നിന്റെ മാസ്റ്റർ ടോം അവനെ ഞങ്ങള് കൊന്നുകളഞ്ഞു. കാരണം അവനും വലിയ തെറ്റ് ചെയ്തവനാണ്. സോ തെറ്റ് ചെയ്തവരെല്ലാവരും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ഒരുപാട് കാലം ആ ബ്ലൂ പ്രിന്റിന് വേണ്ടി അവന്റെ പിന്നാലെ ഞാൻ നടന്നു. പക്ഷെ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല. അത് കേട്ട് ഫ്രാങ്കിയുടെ കൺട്രോൾ പോവും. ഫ്രാങ്കി പറയും, ടോം അദ്ദേഹം എന്നും നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു കാരണവശാലും ബാഡ് ആയിട്ടുള്ള കൈകളില് ആ ബ്ലൂ പ്രിന്റ് എത്താൻ പാടില്ല എന്ന് മാത്രമേ അദ്ദേഹം കരുതിയിരുന്നുള്ളൂ. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അടക്കാൻ കഴിയില്ല. അവനിപ്പോ ആ ഏജന്റിന്റെ തല അത് കടിച്ചു പറിക്കും. അതിനാ ഏജന്റ് അവൻ നിലവിളിച്ചു പറയും, ഹേയ് CP9 മെമ്പേഴ്സ്, നിങ്ങളിത് കാണുന്നില്ലേ? ഇവനെ എത്രയും പെട്ടെന്ന് പിടിച്ചു മാറ്റ്. പക്ഷെ അവർക്കാണെങ്കിലും ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇരിക്കുകയാണ്. ഉടനെ ആ മുടിക്കാരൻ അവൻ ഓടി വന്ന് ഫ്രാങ്കിയുടെ ചെയിൻ പിടിച്ച് വലിച്ച് അവനെ താഴേക്കിടും. ആ ചീഫിന്റെ തല അതങ്ങനെ ടേബിളിൽ പോയി ഇടിച്ച് ചോര തുളുമ്പി അവൻ അങ്ങനെ കിടക്കും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരുപാട് സോൾജിയേഴ്സിനെ അറഞ്ചം പുറഞ്ചം ഇടിച്ച് തെറിപ്പിക്കും. ഉടനെ ഒരു സോൾജിയർ ആളാ ചീഫ് സ്പാൻഡത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. ചീഫ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നേവി ബേസ് തന്നെ ഇവർ തകർത്ത് കളയും. പക്ഷെ ചീഫ് ഏജന്റ് ആണെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ചീഫിന്റെ ക്യാബിൻ കാണിക്കും. ആക്ച്വലി ഫ്രാങ്കി അടിച്ച അടിയില് അവിടെ ഉണ്ടായിരുന്ന ഫോണിന്റെ റിസീവർ അത് തെറിച്ചു പോയിരിക്കാണ്. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ സോൾജിയേഴ്സ് എല്ലാവരും ലൂഫിയെ റൗണ്ട് ചെയ്യും. ഉടനെ ലൂഫി അവൻ ചാടി മുകളിലേക്ക് പോയി ആഞ്ഞൊരൊറ്റ അടി. ആ ഒരു അടിയില് ആ ഒരു പ്രദേശം മുഴുവൻ തകർന്ന് എല്ലാ സോൾജിയറും താഴേക്ക് വീഴും. അതിനുശേഷം ലൂഫി വലിയൊരു ചുമര് അതങ്ങനെ തള്ളി താഴേക്കിടും. എന്നിട്ട് ഫുൾ പവറില് ആ ചുമരില് അറഞ്ചം പുറഞ്ചം ആഞ്ഞെത്തിക്കും. ചുമരിലുള്ള കല്ലുകള് അത് അച്ചറം പൊച്ചറം നാനാ ഭാഗത്തേക്ക് തെറിച്ചുപോയി ഓരോ സോൾജിയേഴ്സിനെയും ഇടിച്ചു വീഴ്ത്തും. ലൂഫി ഉഷാറായി ചാടി ഓടി ആ കോർട്ട് ഹൗസ് അവിടേക്ക് ലക്ഷ്യം വെച്ച് കുതിച്ചു പായാണ്. പക്ഷേ കോർട്ട് ഹൗസിന്റെ ഓപ്പോസിറ്റ് ഓൾറെഡി ലൂഫിയെ കാത്ത് ഒരുപാട് സോൾജിയേഴ്സ് തയ്യാറായി കഴിഞ്ഞു. അവരുടെ കൂടെ തന്നെ എനിസിന്റെ ചീഫ് ജസ്റ്റിസ് ആൾക്ക് 3 തലയാണ്. ആളാ 3 തലയൊക്കെ വെച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ഒരു കൂട്ടം സോൾജിയേഴ്സ് ആളുടെ അടുത്തേക്ക് വരിക. അവര് പറയും, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും ചീഫ് ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പൈററ്റ്സിന്റെ ഒരു കൂട്ടം ഇപ്പൊ നമ്മുടെ നേവി ബേസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് കേട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള തല അത് പറയും, പൈററ്റ്സ് ആക്ച്വലി നല്ലവരാണ്. റൈറ്റ് സൈഡിലുള്ള തല പറയും, ഒരിക്കലുമല്ല, പൈററ്റ്സ് ബാഡാണ്. സെന്ററിലുള്ള തല പറയും, ഉറപ്പായിട്ടും പൈററ്റ്സിനെ കൊല്ലണം. അങ്ങനെ 3 തലകളും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അപ്പൊ വേറൊരു ടീം അവിടേക്ക് വരും. അവര് പറയും, ഗേറ്റിന് മുൻപിലുള്ള നമ്മുടെ 2 ജയന്റ് സോൾജിയേഴ്സിനെയും ഒരു കൂട്ടം പൈററ്റ്സ് തകർത്തു. ഉടനെ അവൻ നിലവിളിച്ചു പറയും, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവരകത്തേക്ക് വിടാൻ പാടില്ല. ഇനിയും സോൾജിയേഴ്സിനെ കൊണ്ടുവരണം. അവരെ ഉപയോഗിച്ച് ആ വില്ലന്മാരെ പ്രിവെന്റ് ചെയ്യണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സ്ക്വയർ തലയുള്ള ലേഡീസ് അവർ 2 പേരും ചേർന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്യും. പക്ഷെ അപ്പോഴും ആ ജയന്റ് മാൻ വൈമോ അപ്പം ഫ്രാങ്കി ടീംസിനെ അറഞ്ചം പുറഞ്ചം തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഉടനെ പൗലി അവന്റെ കയറ് വെച്ച് ആ ജയന്റ് മാനെ അങ്ങനെ ചുറ്റിയെടുത്ത് ഒരൊറ്റ വലി വലിക്കും. ആ ഒരു വലിയില് അവൻ പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങും. ആ ഒരു ഗ്യാപ്പില് ഫ്രാങ്കി ടീംസ് അവരോടി ചെന്ന് ആ ഗേറ്റിൽ ആഞ്ഞ് ചവിട്ടുകൊണ്ട് ഗേറ്റ് 2 ഭാഗത്തേക്ക് അങ്ങനെ തുറന്നു വരികയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മെയിൻ ഗേറ്റ് കാണിക്കും. അവിടെയാണെങ്കിൽ ലൂഫി മറൈൻ ആൾക്കാര് നേവി ഓഫീസേഴ്സ് അങ്ങനെ എല്ലാവരെയും
തല്ലി ചതച്ച് ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുകയാണ്. അവരങ്ങനെ വീണ് കിടക്കുമ്പോഴായിരിക്കും ഒരു ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുക. അവർ അത്ഭുതത്തോടു കൂടെ തല ഉയർത്തി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അപ്പൊ അവര് കാണും നമ്മുടെ ആൾക്കാരുടെ റോക്കറ്റ് മാൻ ട്രെയിൻ. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊരു ട്രെയിൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇതെവിടുന്ന് വരുന്നു എന്നൊക്കെ ആലോചിച്ച് അവർ കൺഫ്യൂസ്ഡ് ആയി വണ്ടർ അടിച്ച് അങ്ങനെ നിൽക്കും. ഉടനെ അവർ പരസ്പരം പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മുൻപില് അയൺ ഫെൻസിംഗ് ഉണ്ട്. ആ ഒരു ഫെൻസിംഗ് ഒന്നും ട്രെയിനിനെ കൊണ്ട് തകർക്കാൻ കഴിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ റോക്കറ്റ് മാൻ ട്രെയിൻ കാണിക്കും. അതിന്റെ മുൻപിലായിട്ട് സോറോ അവൻ കണ്ണൊക്കെ അടച്ച് കാര്യമായിട്ട് എന്തോ ചിന്തിക്കുകയാണ്. ട്രെയിൻ കുതിച്ചു പാഞ്ഞ് അങ്ങനെ നേവി ബേസിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സോറോ കത്തിയെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഉടനെ നേവി സോൾജിയേഴ്സ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്യും. സോറോ കറക്റ്റ് ആയിട്ട് ആ കാര്യം ഗ്രാൻഡ്മയെ ചൂണ്ടിക്കാണിക്കും. അതിനുശേഷം എത്രത്തോളം സ്പീഡില് ട്രെയിൻ ഓടിക്കാൻ കഴിയും അത്രയും സ്പീഡില് ട്രെയിൻ മുൻപോട്ടെടുക്ക്. അത് കേട്ട് ഗ്രാൻഡ്മ തംസപ്പ് അടിക്കും. അതിനുശേഷം ട്രെയിനിലുള്ള എല്ലാവരോടും വിളിച്ചു പറയും, ട്രെയിൻ അതിന്റെ ഫുൾ സ്പീഡിൽ പോകാൻ പോവാണ്. സോ എല്ലാവരും ടൈറ്റ് ആയിട്ട് ട്രെയിനിൽ പിടിച്ചിരിക്കണം. അത് കേട്ട് സാഞ്ചി അവൻ വിളിച്ചു ചോദിക്കും, ട്രെയിൻ ഫുൾ സ്പീഡിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ സോറോ പറയും, അവർ ആ മെയിൻ ഗേറ്റ് അത് ക്ലോസ് ചെയ്തു. സോ നമ്മൾ വേണം ഇനി അത് തുറക്കാൻ. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. സോറോ പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു വലിയ ഗേറ്റ് അത് തകർക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. സോറോ നൈസായിട്ട് ആ തവളയെ നോക്കും. എന്നിട്ട് ആ തവളയോട് പറയും, ആ വലിയ ഗേറ്റ് അത് തല്ലി പൊളിക്ക്, ഇനി നമ്മുടെ മുൻപില് വേറെ വഴിയില്ല. തവളയാണെങ്കില് അത് കേൾക്കേണ്ട താമസം അതിന്റെ കൈ വെച്ച് ഫെൻസസിൽ ആഞ്ഞിട്ടിക്കും. അത് നല്ല രീതിയിൽ താഴേക്ക് ചാഞ്ഞു കിടക്കും. സോ ട്രെയിൻ സ്പീഡിൽ വന്ന് ആ സ്ലോപ്പിലൂടെ മുകളിലേക്ക് കുതിച്ചു വരും. അത് കണ്ട് ആ നേവി സോൾജിയേഴ്സ് അവർ ഒരു സെക്കൻഡ് സ്റ്റെക്കായി നോക്കി നിൽക്കും. ട്രെയിൻ ആണെങ്കിൽ എയറിലൂടെ പറന്നു നടക്കും. സോറോ ആണെങ്കിൽ ക്യാഷ്വലായി മുൻപിൽ തന്നെ ഇരിക്കും. പക്ഷെ ട്രെയിനിന്റെ അകത്തുള്ള ആൾക്കാര് അവർ ഓരോ ഭാഗത്തേക്കും തെറിച്ചു വീഴും. നാമി നിലവിളിച്ചു പറയും, സോറോ എങ്ങനെയെങ്കിലും ട്രെയിനിനെ താഴെ ഇറക്ക്, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഉടനെ സോറോ പറയും, താഴെ ലാൻഡ് ആയാൽ അത് നമ്മുടെ ഭാഗ്യം, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പൗലയും ആ ഫ്രാങ്കി ടീമും അവരാണെങ്കിൽ ആ ജൈന്റ് മാനെ അടിച്ച് താഴെയിട്ട് സെക്കൻഡ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് മുൻപോട്ട് പോവും. ഉടനെ ആ നേവി ബേസിന്റെ ഫസ്റ്റ് ക്ലാസ് സ്ക്വാഡ് അവര് വലിയ ഡോഗ്സിന്റെ മേലെ കയറി അവിടേക്ക് വരും. അതിനുശേഷം അതിലൊരുത്തൻ ഒരു കത്തിയെടുത്ത് ഇപ്പൊ പൗലിയുടെ കയ്യില് കുത്തി ഇറക്കും. ഉടനെ ആ ഗാർഡ്സ് അവരാ വൈമ ജൈന്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ പൈററ്റ്സിനെ അകത്തേക്ക് വിടും? അതിനാവും പറയും, ഐ എം സോറി, എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. വൈമോ ജൈന്റ് അവൻ പതിയെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ റോക്കറ്റ് മാൻ ട്രെയിന് അത് തെറിച്ചു വന്ന് ആ ജൈന്റ് വില്ലന്റെ ബോഡിയില് ആഞ്ഞടിക്കുക. ട്രെയിൻ ആണെങ്കിൽ സിമ്പിളായി ലാൻഡ് ആവും. പക്ഷെ വൈമോയുടെ പിരിയിളകി അവരിപ്പോ അങ്ങനെ താഴേക്ക് വീഴും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ സേഫായി അവിടെ ലാൻഡ് ചെയ്തു. നേവി ആൾക്കാരും ഫ്രാങ്കി ടീമും അങ്ങനെ എല്ലാവരും ആ ട്രെയിനിലേക്ക് തന്നെ നോക്കി നിൽക്കും. പക്ഷെ ട്രെയിനിന്റെ അകത്ത് നിന്ന് ആരും തന്നെ ഇപ്പൊ പുറത്തേക്ക് വരില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് സാഞ്ചിയുടെയും സോറയുടെയും കണ്ണുകൾ മാത്രം കാണിക്കും. അടുത്ത നിമിഷം അവര് കമ്പൈൻ അറ്റാക്ക് ചെയ്ത് ചുറ്റും ഉണ്ടായിരുന്ന നേവി സോൾജിയേഴ്സിനെ അടിച്ച് പറപ്പിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ 1000 പഞ്ച് അടുപ്പിച്ച് അവിടെയുള്ള ബിൽഡിങ്ങുകൾക്ക് കൊടുക്കും. ഉടനെ അതെല്ലാം തന്നെ ഇടിഞ്ഞു വീഴാനായിട്ട് ആരംഭിക്കും. പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരുപാട് നേവി സോൾജിയേഴ്സ് ഇപ്പോഴും ലൂഫിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. ലൂഫി ചാടി ഓടി ഇപ്പൊ ആ ബേസിന്റെ ഒരറ്റത്ത് വന്ന് നിൽക്കും. ഞൊടിയിടയില് അവന് ചുറ്റും നേവി സോൾജിയേഴ്സ് തോക്കും കത്തിയൊക്കെ പോയിന്റ് ചെയ്ത് റെഡിയായിട്ട് നിൽക്കും. ലൂഫി ചെറുതായിട്ട് പുറകിലേക്ക് നോക്കും. അവന്റെ പുറകില് അഗാധമായ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അതിലേക്ക് വീണ അവന്റെ പൊട്ടി പോലും കിട്ടില്ല. അത് കണ്ട് ലൂഫി അവൻ നോ എന്നലറി കാറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.